ഹായ്. കാലാകാലങ്ങളിൽ പുതിയ പുതിയ ട്രെൻഡുകൾ രൂപപ്പെടുന്ന നാടാണ് കേരളം. വിദ്യാഭ്യാസ മേഖലയിലും സാമ്പത്തിക പുതിയ പുതിയ ഇടപാടുകളുടെ മേഖലയിലുമെല്ലാം ഇത്തരത്തിലുള്ള ട്രെൻഡുകൾ കേരളത്തിൽ രൂപപ്പെടാറുണ്ട്. അടുത്ത കാലത്തായി കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു 4-5 വർഷമായി ശക്തമായി തുടരുന്ന ഒരു മേഖലയാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഏതാണ്ട് 5 വർഷം മുന്നെയോ 10 വർഷം മുന്നെയോ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അന്ന് കുട്ടികൾ സാധാരണ രീതിയിൽ ഏറ്റവും നല്ല കപ്പാസിറ്റിയുള്ള പഠന മികവുള്ള വിദ്യാർത്ഥികൾ അന്വേഷിച്ചു കണ്ടെത്തി വീട്ടിലിരുന്ന് പഠിച്ച് അത്യാവശ്യം ട്യൂഷനൊക്കെ പോയി ചെയ്തിരുന്ന ഒരു കോഴ്സായിരുന്നു പ്രൊഫഷണൽ മേഖല എന്നത്. എന്നാൽ ഈ കാലഘട്ടത്തേക്ക് എത്തിയപ്പോൾ തികച്ചും ബിസിനസ് താല്പര്യങ്ങൾ മുൻനിർത്തി +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ റെഗുലർ കോളേജിലേക്ക് പോകാതെ തന്നെ റെഗുലർ കോളേജിൻ്റെ സംവിധാനങ്ങൾ സെറ്റ് ചെയ്ത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഒരു പ്രതികരണമായി മാറും. യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് തുമ്പിയെ കൊണ്ട് പാറക്കല്ല് എടുപ്പിക്കുക എന്നുള്ളതാണ്. 21 വയസ്സിൽ ലൈഫ് സെറ്റാവുന്നതും ലക്ഷങ്ങളുടെ സാലറിയും സ്വപ്നം കണ്ട് മാതാപിതാക്കളും കുട്ടികളും ഒരേ രീതിയിൽ ചിന്തകൾ മുന്നോട്ട് പോകാൻ ആരംഭിച്ചപ്പോൾ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള കുട്ടികളുടെ ഒഴുക്ക് രൂപപ്പെടാനായി തുടങ്ങി. അതിൻ്റെ പ്രശ്നമോ, വലിയ അളവിൽ കുട്ടികൾ വന്നു പഠിച്ചു എന്നതല്ലാതെ വലിയ റിസൾട്ട് ഈ മേഖലയിൽ ലഭ്യമല്ല എന്നതാണ് സത്യം. ചെറിയ ഒരു ശതമാനം കുട്ടികൾ മാത്രമാണ് ഈ മേഖലയിൽ വിജയിക്കുന്നത്. ഓരോ വർഷവും ഏതാണ്ട് 4-5 വർഷങ്ങളായി തുടരുന്ന ഈ കോഴ്സ് മഹാമഹത്തിൽ ചെറിയൊരു ശതമാനം കുട്ടികൾ പാസ്സാവുകയും വലിയൊരു ശതമാനം കുട്ടികൾ തോൽവിയിലേക്ക് എത്തുകയും ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് വെച്ചാൽ പരസ്യങ്ങൾ തന്നെയാണ്. മലയാളത്തിലെ ബിഗസ്റ്റ് ബ്രാൻഡുകളെ വെച്ച് പരസ്യം ചെയ്ത് കുട്ടികളെ വലിയ തോതിൽ കളക്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾ അവരുടെ തുടർന്നുള്ള ഭാവി ജീവിതമോ ജോലിയോ ഇതൊന്നും തന്നെ അന്വേഷിക്കുന്നില്ല. ചെറിയൊരു കാലപരിധിക്കുള്ളിൽ കുട്ടികളെ ഉള്ളിൽ കയറ്റി വലിയ തോതിൽ വലിയ വെയിറ്റ് തലയിലെടുത്ത് വെച്ച് പൊന്താനാവാതെ കുട്ടികൾ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന അവസ്ഥയിൽ എത്തുകയും ചെയ്യുന്നു. ഇത് ഇനിയും തുടർന്നു പോയാൽ വലിയൊരളവിൽ കുട്ടികളുടെ ജോലിയില്ലാത്ത വലിയ ഒരു കുട്ടികളുടെ കൂട്ടം ഇവിടെ രൂപപ്പെടാനായി സാധ്യതയുണ്ട്.